നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ ഒരു 8 വർഷ കാലയളവിൽ ആക്രമിക്കപ്പെട്ട നടി അതിജീവിതം നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം നമുക്ക് ഒരു കഥ പോലെ തന്നെ ഓർമ്മയുണ്ട്. കേരളക്കരയ്ക്കെല്ലാം രാജ്യത്തിനൊന്നടങ്കം വലിയ രീതിയിൽ ഓരോ സംഭവങ്ങളും എങ്ങനെ നടന്നു എന്നുള്ളത് അതിന്റെ നാൾവഴികളടക്കം മറക്കാത്ത ഒരു കേസ് കൂടിയാണിത്. ഓരോ സംഭവ വികാസങ്ങളും നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് സപ്പോർട്ടായി സഹപ്രവർത്തകരെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, കൊടുത്ത മൊഴി മാറ്റി പറയുന്നതടക്കം നമ്മൾ കണ്ടതാണ്. പ്രമുഖരായ നമ്മുടെ പ്രിയപ്പെട്ട പല താരങ്ങളും ആ മൊഴി മാറ്റിയവരുടെ ലിസ്റ്റിൽ ഉണ്ടതാണ്. ഭാമ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ തുടങ്ങി ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ മൊഴി മാറ്റിയവരുടെ കൂട്ടത്തിലേക്ക്. അക്കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട മറ്റൊരു പേര് WCCയുടേതാണ്. ഇത്രയും പേർ മൊഴി മാറ്റിയപ്പോൾ എന്തിനൊക്കെയോ വഴങ്ങി ദിലീപിനെ അനുകൂലിച്ച് നിന്നപ്പോൾ ഒന്നിനും വിട്ടുകൊടുക്കാതെ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം അവൾക്കൊപ്പം എന്ന് തന്നെ പറഞ്ഞ് കൃത്യമായി നിലപാടെടുത്തത് WCC ആണ്. ആ ഘട്ടത്തിലാണ് WCC രൂപീകരിക്കപ്പെടുന്നത് തന്നെ. അത്രയേറെ സപ്പോർട്ട് താരത്തിന് WCCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ WCCയിലെ ഓരോ അംഗങ്ങൾക്കും അവസരങ്ങൾ നിഷേധിക്കുന്നതടക്കം നമ്മൾ കണ്ടു. പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന കേസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം ഇതിന് പിന്നാലെയാണ് പുറത്തുവരുന്നത്. എല്ലാ സിനിമാ ലോകത്തേക്കും, മലയാളത്തിന് പുറമെ മറ്റ് സിനിമാ ലോകങ്ങളിലേക്കും ഈ ഒരു കേസുമായി സംബന്ധിച്ച വിവരങ്ങൾ എത്തി. ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒന്ന് അവിടെയും വരണം എന്നുള്ള ആവശ്യങ്ങൾ ഓരോ സിനിമാ ലോകത്തു നിന്നും ഉയർന്നു വന്നതടക്കം നമ്മൾ കണ്ടതാണ്. അത്രയേറെ മാറ്റങ്ങൾക്ക് വഴിവെച്ച സുപ്രധാനമായ ഒരു കേസിന്റെ വിധി ദിനമാണ് ഇന്ന്. വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം അരുൺ ശങ്കർ കൂടി തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഒരു 8 വർഷക്കാലം എന്ത് നടന്നു എന്നുള്ളത് മലയാളിക്ക് കാണാപാഠമാണ്. ഇന്ന് കേസിന്റെ തുടർ നടപടികളൊക്കെ നടക്കുമ്പോൾ വിധി വരാനായി അതെന്തായിരിക്കുമെന്നറിയാൻ ഓരോ മലയാളിയും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്നും പറഞ്ഞു പോകേണ്ടത് WCCയുടെ പേര് തന്നെയാണ്. നടിക്കൊപ്പം, ആക്രമിക്കപ്പെട്ട ഇരയ്ക്കൊപ്പം, അന്നും ഇന്നും അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെ വളരെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു കൂട്ടം. അതിനപ്പുറത്തേക്ക് സിനിമാ ലോകത്തെ മറ്റുള്ളവരുടെ പങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഒന്നും മിണ്ടാതെയോ അല്ലെങ്കിൽ പരോക്ഷമായി തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കുന്നതും കണ്ടു. സിനിമാ ലോകം രണ്ടായി മാറിയ, രണ്ട് വിഭാഗങ്ങളായി മാറ്റപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു കടന്നുപോയത്. തീർച്ചയായിട്ടും നടി ആക്രമിക്കപ്പെട്ട കേസ് കേരള സമൂഹത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു സ്ത്രീ സുരക്ഷ എന്തായിരിക്കണം എന്നെ സംബന്ധിച്ചുള്ള ചില ബോധ്യങ്ങളിലേക്ക് കൂടി നാട് പോയിരുന്നു. അതോടൊപ്പം തന്നെ പൊതുവിടങ്ങളിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമാണ്, അതോടൊപ്പം തന്നെ സുരക്ഷിതമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾക്കും അത് തുടക്കം കുറിച്ചിരുന്നു. അതായത് നടിയെ ആക്രമിച്ച കേസ് വെറും ഒരു കേസല്ല, സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ വിധി വളരെ നിർണായകമാകുന്നത്. പൂർണ്ണമായൊരു നീതി നടിക്ക് ലഭ്യമാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ശിക്ഷ ലഭിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിലേറ്റവും പ്രധാനം നടൻ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ? കാരണം നടൻ ദിലീപാണ് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള വാദം. ആ വാദം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കോടതി ഇന്ന് ഉത്തരം പറയും. ഈ കോടതി നടപടികളിൽ കൂടെ കടന്നു പോകുമ്പോഴും കോടതി പോലും, ഈ കേസ് കേട്ട കോടതി പോലും വിമർശനത്തിന് വിധേയമായിരുന്നു. അത്തരത്തിലുള്ള ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 10 മണിയോടുകൂടി കോടതി ചേരും. 11 മണിയോടുകൂടി ഈ കേസിൽ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ആരൊക്കെ കുറ്റക്കാരാണെന്നുള്ള കണ്ടെത്തലായിരിക്കും. അതിനുശേഷം വാദം നടക്കും. പിന്നീടായിരിക്കും ശിക്ഷ സംബന്ധിച്ചുള്ള വിധി ഉണ്ടാകുക. പ്രതികളെല്ലാവരും തന്നെ കോടതിയിൽ എത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലുവ ദിലീപിൻ്റെ വീടിന് സമീപത്താണുള്ളത്. ദിലീപ് വീട്ടിലുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്തായാലും ദിലീപിന് ഇന്ന് കോടതിയിൽ എത്തിയേ മതിയാകൂ. കോടതി വിധി പറയുന്ന സമയത്ത് അവിടെ പ്രതിയായ ദിലീപ് ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്. നടിയെ ആക്രമിച്ച കേസ് എന്നുള്ളൊരു വെറും കേസായിട്ട് മാത്രമല്ല രാജ്യവും കാണുന്നത്. ഈ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ സിനിമാ മേഖല ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ അഭിനേതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നടിക്ക് ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രസ്താവനകളുടെ പൊള്ളത്തരം പിന്നീടുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കി. കാരണം ദിലീപ് എന്ന നടൻ ഈ കേസിലെ മുഖ്യപ്രതിയായി വന്നതോടുകൂടി സിനിമാ മേഖല രണ്ടായി പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചു തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് നടിക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുകൂടി മോഹൻലാൽ പറഞ്ഞു വെച്ചത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അത്തരത്തിൽ ഓരോ താരങ്ങളുടെയും നിലപാട് അവർ എടുത്തു പറയുന്നതിലൂടെ അവർ സിനിമയിൽ മാത്രമാണോ നായകന്മാർ എന്ന് നമ്മൾ അതിശയിച്ചു പോയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു 8 വർഷത്തെ സമയം എന്ന് പറയുന്നത്.